2025 ഓസ്കർ വിന്നറാണ് അനോറ. നല്ല നൈസ് പടമാണ്. പക്ഷേ ഓസ്കർ കിട്ടിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചാടി കയറി ഫാമിലി ആയിട്ട് ടി വിയിലൊന്നിട്ട് ഈ പടം കാണരുത്. കാരണം ഇറ്റ്സ് ആൻ 18+ മൂവി. ഒരു പക്ക അഡൾട്രേറ്റഡ് അല്ലെങ്കിൽ അഡൾട്ട് മൂവിയാണ്. പടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ ഒരുപാട് ന്യൂഡ് സീനുകളും ഒരുപാട് സെക്സ് സീനുകളൊക്കെ തന്നെയുണ്ട്. കാരണം സിനിമയുടെ പശ്ചാത്തലം അങ്ങനെയാണ്. അമേരിക്കയിലുള്ള ഒരു സ്ട്രിപ്പറും ഒരു വെൽത്തി ആയിട്ടുള്ളൊരു റഷ്യൻ പയ്യനായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ ഒരു ലവ് സ്റ്റോറിയാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. സോ സിനിമ തുടങ്ങുന്നത് ഒരു നോർമൽ ലവ് സ്റ്റോറി ആയിട്ടാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത്. ഇതിലിപ്പോൾ എന്താണ് വലിയ പുതുമ എന്നൊക്കെ വിചാരിക്കുന്ന ടൈമിൽ ഒരു ചെറിയ ചേഞ്ച് ഒക്കെ സിനിമയിൽ വരും. അത് എന്താണെന്ന് അറിയാതെ തന്നെ കാണുക. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇവൻറ്റ്സ് ഉണ്ട്. സോ അത് നല്ല അവിടെ തൊട്ട് പിന്നെയാണ് അങ്ങോട്ട് സിനിമ ഭയങ്കര എൻഗേജിങ് ആയിട്ട് പോകും. അതുവരെ മോശമൊന്നുമല്ല. അവിടെ തൊട്ടാണ് സിനിമയുടെ ഒരു ട്രാക്ക് മുഴുവനായിട്ട് മാറിയിട്ട് ഭയങ്കര ഗ്രിപ്പിംഗ് ആയിട്ട് സിനിമ പോവുക. പിന്നെ അങ്ങോട്ട് എൻഡിങ് വരെ കഴിയണ വരെ ഒരു ഇമോഷണൽ റൈഡ് തന്നെയാണ് സിനിമ. സോ ആ ക്യാരക്ടറിൻ്റെ എല്ലാ ഇമോഷനും നമുക്ക് പ്രോപ്പറായിട്ട് കൺവേ ചെയ്ത് കിട്ടും. അതുകൊണ്ട് അത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കി മാഡിസൺ കിഡിലും പെർഫോമൻസാണ് സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ബെസ്റ്റ് ആക്ട്രസിനുള്ള ഓസ്കാർ അവാർഡ് കിട്ടിയത്. കിഡിലും ക്യാരക്ടറാണ്, നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ആ ഒരു ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററാണ്. ഒരു 1 വീക്ക് ഗ്യാപ്പിൽ ആ സിനിമയിലെ ഇവൻറ്റ്സിന് ആ ഒരു ക്യാരക്ടറിന് ഇടയിൽ കൂടെ നടക്കുന്നത്. എങ്ങനെ ഇരുന്നു പിന്നെ എന്തായി റൈസ് ആൻഡ് ഫോൾ എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതാണ് കാണിച്ചു തരിക. അവസാനത്തെ ഒരു ഫ്രെയിമിലടക്കം നിർത്തുന്ന ഒരു പോർഷൻ അടക്കം നമുക്കിങ്ങനെ ഒരു പടം കണ്ടിട്ട് നമുക്ക് ചില സീക്വൻസുകൾ ചില ഷോട്ടുകളൊക്കെ നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കില്ല. അങ്ങനത്തെ കുറേ ഫ്രെയിമുകളൊക്കെ ഇറങ്ങിയ ഒരു പടമാണ്. ആൻഡ് ഈ ഒരു 5-6 ക്യാരക്ടേഴ്സ് ഉണ്ട് പ്രധാനപ്പെട്ട. അവർ തമ്മിലാണ് ഈ സിനിമ പിന്നീട് അങ്ങോട്ട് മുഴുവൻ പോകുന്നത്. ഒരു കാറ്റൻ മൂസ് പോലെ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ പോലെയൊക്കെ സിനിമ പോകുന്നുണ്ട്. സോ തമ്മി വലിയ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള കുറേ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ജേണി അതൊക്കെയാണ് സിനിമ കാണിച്ചത്. അതിൽ തന്നെ ഈ അനോറ എന്നൊരു ക്യാരക്ടർ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇവരുടെ കൂടെ ഒരു ബോഡി ഗാർഡായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. ഒരു റഷ്യക്കാരൻ ക്യാരക്ടർ. അധികം സംസാരിക്കുന്നില്ല, പക്ഷേ ഒട്ടുമിക്ക എല്ലാ ഫ്രെയിമിലും പിന്നീട് അങ്ങോട്ടൊരു 70% ഓഫ് മൂവി ഈ ചങ്ങായി ഉണ്ട്. ഈ ക്യാരക്ടറിന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വിറ്റ്നസ് ചെയ്യുന്ന ഒരാളെ പോലെ അതിനൊരു പ്രോപ്പർ ഡെഫിനേഷൻ കൊടുത്ത് ഒരു പ്രോപ്പർ സ്കെച്ചിങ് കൊടുത്ത് ആ ഒരു ക്യാരക്ടറിന് ഇതെല്ലാം കണ്ടിട്ട് പോകുന്ന അങ്ങനത്തെ ഒരു ഫീലുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ സ്പോയിലറാവും. അതുകൊണ്ട് പക്ഷെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഒരു ക്യാരക്ടർ ഒന്നും ചെയ്തില്ലെങ്കിലും ഓരോ ഫ്രെയിമിൽ ആ ക്യാരക്ടറെ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത് ഒരു വിറ്റ്നസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഇദ്ദേഹം പല തീരുമാനങ്ങൾ എടുക്കുന്നത്, പല മൈന്യൂട്ടായിട്ടുള്ള ഡയലോഗുകൾ പറയുന്നതൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് ഒരു സബ്ബായിട്ടുള്ളൊരു ക്യാരക്ടറിൻ്റെ പാരലൽ സ്റ്റോറി അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു പടം കൂടിയാണ് അനോറ. സോ ഈ 2 ക്യാരക്ടേഴ്സാണ് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. പ്രത്യേകിച്ച് മിക്കി മാഡിസൻ്റെ ക്യാരക്ടർ കിഡിലിനാണ്. സോ ഒരു നല്ല വാച്ചായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ 18+ മൂവിയാണ്. തീർച്ചയായിട്ടും 18 വയസ്സ് കഴിഞ്ഞവർ മാത്രം ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഓൾറെഡി ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.